എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആൻഡ് വെൽക്കം ബാക്ക് ടു ഷാമാസ് കോർണർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ബെഡ്റൂമിന് നമ്മൾ എങ്ങനെയാണ് ലോ ബഡ്ജറ്റിൽ മേക്ക് ഓവർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പ്രത്യേകത, ഇന്നത്തെ വീഡിയോ നോർമൽ സ്പീഡിലാണ് ഞാൻ കാണിക്കുന്നത്. ബിക്കോസ് ഐ ഹാവ് ഗോട്ട് എ മെസ്സേജ് ഇൻ മൈ ലാസ്റ്റ് വീഡിയോ നോർമൽ സ്പീഡിലൊരു വീഡിയോ ചെയ്യാമോ, സോ യുവർ റിക്വസ്റ്റ് ഓൺ മൈ ഡിമാൻഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ്. നമ്മൾ നോർമൽ സ്പീഡിൽ നമ്മൾ വീട്ടിൽ പണിയെടുക്കുന്നത്, എന്നാലും ഒരു സ്പീഡോ 2 സ്പീഡോ കൂടുതലാണ്. അങ്ങനെ ഞാൻ നോർമലായ സ്പീഡിൽ ഇന്നത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഫുൾ മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. എവറിത്തിങ്, കർട്ടൻസ് മുതലെല്ലാം. പക്ഷേ ഇത് നമ്മൾ ലോ ബഡ്ജറ്റാണ്, ഒന്നും മേടിക്കുന്നില്ല എക്സ്ട്രാ. നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ബെഡ്റൂമിനെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബെഡ്റൂം ഒരു ടീനേജറിൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇതിനെ ഡെക്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു പീച്ച് ആൻഡ് ഗോൾഡൻ കർട്ടൻസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കർട്ടൻ ഇടുന്നതിൻ്റെ പിന്നിലൊരു വലിയ കഥ ഉണ്ട്. ആദ്യം ഇടാൻ നോക്കിയപ്പോൾ എന്താണ്ടായി വെച്ചാൽ കർട്ടൻ റോഡ് തന്നെ വീണു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരില്ല, നമുക്ക് വീണ്ടും ഒന്ന് പണിയെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് വീണ്ടും ഇടും. കാരണം ഈ കർട്ടൻസ് ഇടുക കുറച്ച് പണിയാട്ടോ. അതെന്താ വെച്ചാൽ 2 ഗോൾഡൻ കർട്ടൻസ് ഷിയോ കർട്ടൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ഔട്ട് ആക്കാൻ അതിൻ്റെ അടിയിൽ ഞാൻ വേറെ 2 വൈറ്റ് കർട്ടൻസ് ഇട്ടിട്ടുണ്ട്. കാരണം ഈ റൂമിൽ ഭയങ്കര വെയിലടിക്കും. അപ്പോൾ ലീവുള്ള സമയത്തൊക്കെ ലേറ്റായിട്ടാണ് നിൽക്കുക. അപ്പോൾ അതിന് വെയിലടിച്ചാൽ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാം, ഈവൻ ആ പീച്ച് കർട്ടൻ ഉണ്ടല്ലോ, അത് കോട്ടനാണ്, കർട്ടൻ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അതിൻ്റെ അടിയിലും അതും കുറച്ച് പാസ് ത്രൂ ആണ്. അപ്പോൾ അതിൻ്റെ അടിയിലും ഞാനൊരു വൈറ്റ് കർട്ടൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് ബ്ലാക്ക് ഔട്ട് ആക്കാൻ. ആക്ച്വലി ഇതിന് ലൈനിങ് അടിച്ചാൽ മതി, പക്ഷേ അത് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഇടുക പറഞ്ഞാൽ കുറച്ച് പണിയാണ്. സെക്കൻഡ് ടൈം ഞാൻ ഇട്ടപ്പോൾ വീണ്ടും വീണു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കർട്ടൻ റോഡ് വീണതാണ് വിചാരിച്ചു നോക്കിയപ്പോൾ എന്താ, കർട്ടൻ റോഡ് ഇടുന്ന സാധനം ഉണ്ടല്ലോ, ആ റിങ്, അതങ്ങോട്ട് പൊട്ടി വീണു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെക്കോർ അവിടെ നിന്നു. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ കർട്ടൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റൂമിൻ്റെ ലുക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഡെക്കോർ അവിടെ നിന്നു എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ഭയങ്കര അപ്സെറ്റായിട്ട് പോയിരുന്നു കേട്ടോ. പിന്നെ ജെക്കിയോട് പറഞ്ഞു ശരിയാക്കാൻ, ജെക്കി വിൽ ഡു ഇറ്റ്. പിന്നെ ഞാൻ തന്നെ ആലോചിച്ചു, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പണി നടക്കില്ലല്ലോ, കാരണം റൂം ഇങ്ങനെ വിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ബാക്കിയുള്ള പണിക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം റൂമിൽ രാവിലെ നീറ്റിട്ടേല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ വക സാധനവും അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്ലാങ്കറ്റ്സ് ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് അതാത് സാധനത്തെ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ബാക്കി ഡെക്കോറിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ കേർട്ടൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഈ കേർട്ടൻ ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടി, അത്രയും നല്ല കേർട്ടനാണ്. ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് എൻ്റെ അടുത്തുണ്ട്, ഒരു എക്വാ ബ്ലൂ ഷെയ്ഡ്. അതും ഇട്ടിട്ട് ഡെക്കോർ ചെയ്യാൻ നമുക്ക് ഒരു ദിവസം കേട്ടോ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. ആക്ച്വലി ഞാൻ ഇങ്ങനെ ഓരോ കേർട്ടൻ പീസ് മേടിക്കുമ്പോൾ ഞാൻ അതിനനുസരിച്ച് മേ ബി ആ ടൈമിലല്ലെങ്കിലും നെക്സ്റ്റ് മന്ത് അതിനനുസരിച്ച് ബെഡ്ഷീറ്റ് മേടിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് അതിനനുസരിച്ച് കുഷൻ കവർ മേടിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ പീച്ചാണെങ്കിൽ പീച്ചിൻ്റെ ഒപ്പം ചിലപ്പോൾ ബ്ലൂ പെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുഷൻസാണ് മേടിക്കുക. അതല്ല ഗ്രേ പെയർ ചെയ്യാം, അപ്പോൾ അതിനുള്ള 2 കുഷൻസ്, അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഓരോ ബെഡ്ഷീറ്റും എൻ്റെ വീട്ടിൽ മേടിച്ചിരിക്കുന്നത്. ഞാൻ മേടിക്കാൻ തുടങ്ങിയ മുതൽ ലൈക്ക് അമ്മയുടെ ടൈമിലത്തെ ബെഡ്ഷീറ്റ്സ് ഉണ്ട്, അതിപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിലും അതുണ്ട് 2-3 എണ്ണം. അതല്ലാതെ ഞാൻ മേടിക്കാൻ തുടങ്ങിയ മുതൽ ഞാൻ അങ്ങനെയാണ് മേടിക്കാറ്. ഓരോ കേർട്ടനും എൻ്റെ അടുത്തുള്ള കേർട്ടൻസും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ബെഡ്ഷീറ്റ്സും, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് മേടിച്ചിട്ട് പിന്നെ കേർട്ടൻസ് അതനുസരിച്ച് മേടിക്കുക, അങ്ങനെ ചെയ്യാറുണ്ട്. ബിക്കോസ് ഐ ലവ് ഡെക്കറേറ്റിംഗ് മൈ റൂം, ഐ ലവ് ഓർഗനൈസിങ് മൈ റൂംസ്. അത് എൻ്റെ ഒരു ഇഷ്ടമാണ്, എൻ്റെ ഒരു പാഷനാണ്. സോ അതിൻ്റെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈവൻ സീയിങ് സംതിങ് നോ, ലൈക്ക് ഒരു കുഷൻ കവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു യെല്ലോ കുഷൻ കവർ എടുത്തു വെച്ചാൽ ഈ മാസം, അടുത്ത മാസം അടുത്ത മാസം പറ്റിയില്ലെങ്കിൽ അതിനടുത്ത മാസം ഞാൻ ഒരു യെല്ലോ കേർട്ടൻ എടുക്കും, അത് കഴിഞ്ഞ് യെല്ലോ റണ്ണർ എടുക്കും. അങ്ങനെ ഞാൻ പതുക്കെ ശേഖരിച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇത്രയും കൊല്ലം കൊണ്ട് നിങ്ങൾ കാണുന്നത് എൻ്റെ വീട്ടിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ സ്റ്റോറി. സോ ഈ ബെഡ്ഷീറ്റ് ഞാൻ ഓഫ്ലൈൻ മേടിച്ചതാണ്. അത് ബോംബെ ഡൈയിൻ്റെ ബെഡ്ഷീറ്റാണ്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതിൽ പിങ്ക് ആൻഡ് ബ്ലൂ ടച്ച് ഉണ്ട് കേട്ടോ. ആൻഡ് നല്ല വലുപ്പമുള്ള ബെഡ്ഷീറ്റാണ്. ഇപ്പോൾ എൻ്റെ കിങ് സൈസ് ബെഡാണ്. അതിൻ്റെയും 2 സൈഡ് ഇങ്ങനെ തൂക്കിയിടാൻ മാത്രം അത്രയും വലുപ്പം ഈ ബെഡ്ഷീറ്റുണ്ട്. നല്ല വലുപ്പമുള്ള ബെഡ്ഷീറ്റാണ്. ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ബോംബെ ഡൈയിൻ്റെ ബെഡ്ഷീറ്റ്സ് നോക്കിയാൽ മതി, യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബെഡ്ഷീറ്റ്. ഇനി നമുക്ക് ബാക്കിയുള്ള കുഷൻ കവറും പില്ലോ കവേഴ്സും അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റിൻ്റെ ഒപ്പം 2 പില്ലോ കവർ കിട്ടിയിട്ടുണ്ട്, സെയിം ഡിസൈൻ്റെ. അപ്പോൾ അത് 2 ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഗ്രേ മിക്സ് മാച്ച് ചെയ്യാം എന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ബെഡ്ഷീറ്റിൽ ഒരു ബ്ലൂ ടച്ച് ഉണ്ടല്ലോ, അപ്പം എന്നാൽ ബ്ലൂവും
ഈ ബെഡ്ഷീറ്റിനൊപ്പം കിട്ടിയ ഒരു പീച്ച് കളർ പില്ലോ കവർ ഉണ്ട്. സോ അത് രണ്ടും ബ്ലൂ ആൻഡ് പീച്ച് വിൽ മിക്സ് മാച്ച് ദാറ്റ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അടുത്തുള്ള കുഷൻ കവറിൽ പീച്ചും ബ്ലൂ ആണ്. സോ ആ രീതിയിൽ ഞാൻ പില്ലോ കവറിനെ അറേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീഡിയോയിൽ മുന്നേ പോകുന്ന മുമ്പേ ഐ ഷുഡ് സേ ദിസ്, ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു ഹു ഹാവ് സബ്സ്ക്രൈബ് ദ ചാനൽ, ഹു ഹാവ് ലൈക്ക് ദ വീഡിയോസ് ആൻഡ് കമൻറ്റഡ് ഓൾസോ. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ ഗ്രേറ്റ് മോട്ടിവേഷൻ. ഞാൻ ഇത് തുടങ്ങിയപ്പോൾ ഇപ്പോൾ 1-2 വീക്സ് ആയിട്ടുണ്ടാവും ഈ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മളാകെ 40 സബ്സ്ക്രൈബേഴ്സായിരുന്നു. ഇന്ന് സബ്സ്ക്രൈബർ അക്കൗണ്ട് നിങ്ങൾക്ക് കാണാം. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ. ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒരു 3-4 വീഡിയോ ഉണ്ട് നിങ്ങൾ ഇത്രയും പേര് എൻ്റെ ഒപ്പം കൂടും. ആൻഡ് യു ലൈക്ക് മൈ കണ്ടൻറ്റ് ആൻഡ് ഐ എം ഹാപ്പി യു ആർ ലൈക്കിങ് ഇറ്റ്. ഐ പുഷ് മൈസെൽഫ് ആൻഡ് മേക്ക് മോർ സച്ച് കണ്ടൻറ്റ്സ്. അത്രയേ ഉള്ളൂ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും. ആൻഡ് ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഐ ഹോപ്പ് വിൽ ഗ്രോ ആസ് എ ടീം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ബെഡ്റൂം മേക്ക് ഓവറിലേക്ക് നടക്കാം. അപ്പോൾ നമ്മളെല്ലാ കുഷൻ കവറും പില്ലോ കവറും ഇട്ടു കേട്ടോ. ഇനി അതിൻ്റെ സ്ഥാനത്ത് അറേഞ്ച് ചെയ്യണം. ഐ നോർമലി അറേഞ്ച് ദിസ് വേ. അപ്പോൾ ഇതാണ് എൻ്റെ അറേഞ്ച് ചെയ്യുന്ന സ്റ്റൈൽ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് അറേഞ്ച് ചെയ്യണം. അപ്പോൾ കേർട്ടൻസ് ഇടുന്ന ലുക്ക് ഞാൻ അവസാനം ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് കേർട്ടൻ റോഡ് ആ റിങ് ശരിയാക്കാൻ ആയിപ്പിക്കും വൈകുന്നേരമായി. അത് തന്നെ വേണ്ട സാധനം മേടിച്ചു വന്നിട്ട് വേണമല്ലോ അത് ശരിയാക്കാൻ. അപ്പോൾ വൈകുന്നേരമായി. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വേണ്ടാത്ത പില്ലോ കവേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മിക്സ് മാച്ച് ചെയ്യാൻ വേണ്ടി, ഏത് നന്നായി പോകാൻ നോക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടു അതായത് സ്ഥാനത്ത്. പിന്നെ ഒന്ന് ബെഡ്റൂമിൻ്റെ മൊത്തമായിട്ടൊരു ഡസ്റ്റിങ് ചെയ്യണം. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ റോഡ് ഫേസിങ് ബെഡ്റൂമാണ്. ഭയങ്കരമായിട്ട് പൊടി വരും. ഡസ്റ്റ് ചെയ്തില്ലെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും പൊടി വരും. രാവിലെ ചെയ്താലും വൈകുന്നേരം ആകുമ്പോഴേക്കും പൊടി വരും. അങ്ങനെ അത്രയും ഡസ്റ്റുള്ളൊരു സ്ഥലമാണ്. ബട്ട് ഐ ലവ് ദിസ് ഏരിയ ബിക്കോസ് എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും വെളിച്ചം വരും. ഈ ബെഡ്റൂം തുറന്നാൽ വെളിച്ചം വരും, കാറ്റോട്ടം എല്ലാം നല്ലൊരു ലൈക്ക് വൈബി ഏരിയയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വീട്. അപ്പോൾ ദിസ് ഇസ് മൈ റെൻറ്റൽ ഹൗസ്, നോട്ട് മൈ ഓൺ ഹൗസ് ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുമ്പാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ആ കേർട്ടൻസ് അവിടെ വെച്ചിരിക്കുന്നത് അതവിടെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൈറ്റ് നൗ ഞാനത് ഫോൾഡ് ചെയ്ത് വെക്കാം. വൈകുന്നേരം ആകുമ്പോഴേക്കും ശരിയാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനത് ഫോൾഡ് ചെയ്ത് വെക്കാൻ ആ സമയത്ത് കേട്ടോ. ബട്ട് ഇറ്റ് വാസ് ഡൺ. വൈകുന്നേരം ആകുമ്പോഴേക്കും ആ 2 കേർട്ടൻ റോഡ്സും ഫിറ്റായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അത് കേർട്ടൻസും ഇട്ടപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ഇത് എൻ്റെ മകളുടെ റൂമാണ്. ഷീ ഈസ് ഗോയിങ് ടു ബി എ ടീനേജർ. സോ ഐ തോട്ട് അതിൻ്റെ കളർ തീമും അതും ആ രീതിയിലാവണം. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ടു മച്ച് ഓഫ് തിങ്സ്. കുറച്ചൊന്ന് സട്ടലായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തത്. ഹൗ ഡു യു ലൈക്ക് മൈ ബെഡ്റൂം ഓർഗനൈസേഷൻ? ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ആൻഡ് ലൈക്കിംഗ് ദ വീഡിയോ ആൻഡ് ഡു കമൻറ്റ് നിങ്ങൾക്ക് ഏത് പാട്ടാണ് ബെഡ്റൂമിൻ്റെ ഇഷ്ടമായത് ഇഫ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ. ഐ ഹോപ്പ് ഇറ്റ്സ് റീച്ചിങ് യു ഓൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.